Good morning. Good morning, ma'am. Good morning, miss. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? ട്രാൻസ്ഫർ വരെയല്ലേ എടുത്തു നിർത്തിയത്? Yes, ഇനി സെപ്പറേഷൻ എടുക്കണം. സെപ്പറേഷൻ എടുക്കണം. ഓക്കെ, അതിന് മുൻപ് മിസ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഷെറീന മാമും സോളി മാമും കൂടി ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് പറയാമോ? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? ഹ്യൂമൻ റിസോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രം അല്ലെ? വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ? ഇല്ല മാം. ഇല്ല. ഓക്കെ ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസ്ഫർ വരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ മിസ് മ്യൂട്ട് കൊടുക്കാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഭാഗമാണ് സെപ്പറേഷൻസ് അല്ലെ? സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും സെപ്പറേഷൻ എന്ന് പറയുന്നത്? അവിടെ നിന്ന് പിരിയ എന്നുള്ളതാണ് അല്ലെ മീനിങ് എന്ന് പറയുന്നത്. സെപ്പറേഷൻ മീൻസ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ എഗ്രിമെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ ഫോർ സം റീസൺസ്. ചില കാരണങ്ങളാല് ആ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള കരാർ അല്ലെങ്കിൽ സർവീസുകളിൽ നിന്ന് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കും. ഒരു സർവീസ് ആവാം അല്ലെങ്കിൽ ഒരു കരാറാവാം ആ ഒരു ഓർഗനൈസേഷനുമായിട്ട്. അങ്ങനെയുള്ളൊരു ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് പല കാരണങ്ങൾ ഉണ്ടാവാം അവർക്ക്. അപ്പൊ ചില കാരണങ്ങളാല് ആ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കരാറോ അല്ലെങ്കിൽ സേവനങ്ങളോ ഒക്കെ അവസാനിപ്പിക്കുന്നതിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു ജോലിയിൽ ചെന്ന് പ്രവേശിച്ചു. ആ ജോലിയിൽ അവിടുത്തെ സാഹചര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ അവിടെ തന്നെ തുടരുവോ? നമ്മൾ അവിടെ തന്നെ തുടരുമോ? ഇല്ല, നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? റിസൈൻ ചെയ്ത് പോരും അല്ലെ? അതുപോലെ തന്നെ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഒരു ചില കാരണങ്ങളാല് ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളിൽ നിന്നോ സേവനങ്ങളിൽ നിന്നോ എന്ത് ചെയ്യുന്നു? സേവനങ്ങളോ കരാറുകളോ അവസാനിപ്പിച്ചു പോരുന്നതിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? സെപ്പറേഷൻ എന്താണ്? The employee may be separated from the payroll of an organization because of. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ജീവനക്കാരനെ അവരുടെ പേറോള്, ആ ഒരു സ്ഥാപനത്തിന്റെ പേറോൾ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ശമ്പളം പട്ടിക അല്ലെ? ആ ഒരു ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് അവരുടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ശമ്പളം പട്ടികയിൽ നിന്ന് ആ ഒരു ജീവനക്കാരനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതിന്റെ കാരണം അല്ലെങ്കിൽ മാറ്റുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഒരു സെപ്പറേഷൻ എന്നാണ് പറഞ്ഞത്? സെപ്പറേഷൻ എന്ന് വെച്ചാൽ മീൻസ് ടെർമിനേഷൻ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. സെപ്പറേഷൻ മീൻസ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ എഗ്രിമെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ ഫോർ സം റീസൺസ്. ചില കാരണങ്ങളാല് ആ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള എന്തെങ്കിലും കരാറുകളിൽ നിന്നോ കരാറുകളോ അല്ലെങ്കിൽ സേവനങ്ങളോ അവസാനിപ്പിക്കുന്നതിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി താഴെ പറയാൻ പോകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയി, ഒരു ജീവനക്കാരനെ ആ ഒരു സ്ഥാപനത്തിന്റെ പേറോൾ അല്ലെങ്കിൽ ശമ്പള പട്ടികയിൽ നിന്ന് മാറ്റുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാവുന്ന കാരണമാണ് resignation may be put in voluntarily by the employee on account of health, physical disability, better opportunities elsewhere and reasons of marriage, etc. ഇവിടെ റെസിഗ്നേഷൻ നമ്മൾ പറയാറില്ലേ? റിസൈൻ ചെയ്തു പോന്നു എന്നൊക്കെ കേൾക്കാറുണ്ടോ?
ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ജോലിയിലായിരുന്നു, ഞാൻ ഇവിടെ റിസൈൻ ചെയ്ത് പോന്നു എന്നൊക്കെ കേൾക്കാനില്ലേ? അത് തന്നെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? റെസിഗ്നേഷൻ മേ ബി പുട്ട് ഇൻ വോളണ്ടറി. ഇവിടെ അവര് ആ ഒരു എംപ്ലോയി സ്വമേധയാണ് ഈ ഒരു റെസിഗ്നേഷൻ അല്ലെങ്കിൽ അവിടുന്ന് വിട്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും ആരും പറഞ്ഞു വിടുന്നതല്ല, മറിച്ച് അവരുടെ സ്വമേധയുള്ള താല്പര്യപ്രകാരം അവരവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? വിട്ടുപോരുന്നു. ആൻഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഹെൽത്ത്, ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ കാരണങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാവാം, ഓർ ഫിസിക്കൽ ഡിസബിലിറ്റി എന്തെങ്കിലും വൈകല്യങ്ങൾ മൂലമാവാം, or better opportunities elsewhere, മറ്റെവിടെയെങ്കിലും ഇതിലും മികച്ചതായിട്ടുള്ള ഒരു അവസരം അവർക്ക് കിട്ടിയത് കൊണ്ടാവാം. ആൻഡ് റീസൺസ് ഓഫ് മാരേജ്, ചിലപ്പോൾ ഗേൾസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ദൂരെയൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരാണെങ്കിൽ മാരേജ് ഒക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യും? അടുത്ത് റിസൈൻ ചെയ്യും അല്ലെ? മാരേജുമായി ബന്ധപ്പെട്ടൊക്കെ റിസൈൻ ചെയ്യാറില്ലേ? അങ്ങനെ മാരേജുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മറ്റൊരു ഓഫീസിൽ ഇതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം കിട്ടിയത് കൊണ്ടാവാം, അല്ലെങ്കിലോ എന്തെങ്കിലും ശാരീരികമായി പരമായിട്ടുള്ള വൈകല്യങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാവാം എന്ത് ചെയ്യുന്നത്? ഒരു എംപ്ലോയി അല്ലെങ്കിൽ ജീവനക്കാരൻ അവർ സ്വമേധയാ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്ത് പോകുന്നു. കിട്ടിയോ? ഫസ്റ്റ് ഒരു കാരണം എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ് വൺ ആണ് ഡിസ്ചാർജ് ഓർ ഡിസ്മിസൽ. ഒരു ഹൈഫൺ ഇട്ടേക്ക് കേട്ടോ അവിടെ. ഡിസ്ചാർജ് ഓർ ഡിസ്മിസൽ എന്നുള്ളതിന്റെ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഉണ്ട് കേട്ടോ. ഡിസ്ചാർജ് ഇൻവോൾവ്സ് permanent termination of an employee from the payroll because of violation of rules or for insufficient performance. ഇനി ഇവിടെ എന്താ? ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ടുള്ള പാടല്ലേ? അല്ല, ഡിസ്മിസ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? കോളേജുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലൊക്കെ ഡിസ്മിസ് ചെയ്തു അവരെ എന്നൊക്കെ കേട്ട് കാണുമല്ലോ അല്ലെ? അതുപോലെ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും ഇതുപോലെയുള്ള ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഡിസ്ചാർജ് ഇൻവോൾവ്സ് പെർമനന്റ് ടെർമിനേഷൻ. ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ടാവാം? ആൻ എംപ്ലോയി ഫ്രം ദ പേറോൾ, അതായത് അവരുടെ ശമ്പള പട്ടികയിലുള്ള ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ജീവനക്കാരനെ നമ്മൾ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവരെ എന്ത് ചെയ്യുന്നു? പിരിച്ചുവിടുന്നു. ബിക്കോസ് ഓഫ് വയലേഷൻ ഓഫ് റൂൾസ്, അവിടുത്തെ ആ റൂൾസ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ടാവാം. ഓർ ഫോർ ഇൻസഫിഷ്യന്റ് പെർഫോമൻസ്, വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരാൾ അവിടുന്ന് പറഞ്ഞു വിടുവോ? ഇല്ല അല്ലെ? അപ്പൊ അവർ ഇൻസഫിഷ്യന്റ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനത്തിൽ അവർക്ക് എന്താണ്? ഒരു അപര്യാപ്തത തോന്നുന്നത് മൂലം അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തത് കൊണ്ടൊക്കെ അവരെന്ത് ചെയ്യാറുണ്ട്? ആ ഒരു സ്ഥാപനത്തിലെ ശമ്പള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു എംപ്ലോയിയെ അല്ലെങ്കിൽ ജീവനക്കാരനെ സ്ഥിരമായിട്ട് അവിടെ നിന്ന് പിരിച്ചുവിടുന്നതിനെയാണ് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ പറഞ്ഞത് റെസിഗ്നേഷൻ ആണ്. അത് സ്വമേധയാ ആ വ്യക്തി തന്നെ, ആ എംപ്ലോയി തന്നെ സ്വമേധയാ എന്ത് ചെയ്യുന്നു? അവരെ വോളണ്ടറിലി സ്വമേധയാ അവർക്ക് ആ ഒരു എനിക്ക് ഇങ്ങനെ പോകണം, എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് സ്വമേധയാ ആ സ്ഥാപനത്തിൽ നിന്ന് തിരിഞ്ഞു പോരുന്നതാണ്. അപ്പൊ അതിന് പല റീസൺസ് ആവാം. ആരോഗ്യകരമായിട്ടുള്ള കാരണങ്ങളാവാം, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആവാം, നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി മറ്റൊരിടം കിട്ടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ മാരേജുമായി ബന്ധപ്പെട്ട കാരണങ്ങളാവാം. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. അതിലെങ്ങനെയാണ് പറയുന്നത്? ഇവിടെ ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിയുടെ താല്പര്യപ്രകാരമല്ല അവർ പോകുന്നത് അല്ലെ? ആ ഒരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കണം അല്ലെ? അപ്പൊ അവരുടെ കുറെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് ഇവർ പാലിച്ചിട്ടില്ല, നല്ല രീതിയിൽ അത് പാലിക്കുന്നില്ല. ആ റൂൾസ് ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇവർ കാഴ്ചവെക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശമ്പള പട്ടികയിൽ അവരുടെ ശമ്പള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ എംപ്ലോയീസിനെ അവർ സ്ഥിരമായിട്ട് പിരിച്ചുവിടും. അതിനെയാണ് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടെണ്ണവും ക്ലിയർ അല്ലേ? ഓക്കെ. തേർഡ് വൺ ആണ് സസ്പെൻഷൻ. കേട്ടിട്ടുണ്ടല്ലോ? ഒരു ഹൈഫൺ ഇടാം കേട്ടോ. സസ്പെൻഷൻ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് അല്ലെ? കേൾക്കാത്ത വേർഡൊന്നും അല്ല. നോക്കിയേ, സസ്പെൻഷൻ refers to an HR related action in which the employee is terminated from work for a specific period of time, usually without pay, as a form of a disciplinary action. കേട്ടിട്ടുണ്ടോ? പോലീസിലുള്ളവരെയൊക്കെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ?
അതെന്താണ് അവിടെ ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? നമ്മൾ കുറച്ചു നാള് ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ, കുറച്ചു നാളത്തെ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് അവർ എന്തെങ്കിലുമൊക്കെ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നങ്ങനെ ഒരു പരാതി അവർക്കെതിരെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? കുറ്റാരോപിതരാണ് അവരല്ലേ, ആ സമയത്ത് അവരെന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്യും. എന്തിനാണ്? അവിടെ കാര്യങ്ങൾ അന്വേഷണങ്ങൾ നടത്താനും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ അവരെ കുറച്ചു നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യും. അങ്ങനെ കുറച്ച് ഒരു പെർമനന്റ് ആയിട്ട് അവിടെ നിന്ന് വിടുകയല്ലല്ലോ ചെയ്യുന്നത് അല്ലെ, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിലെ നിശ്ചിത സമയത്തേക്ക് അവരവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു അല്ലെ. ആൻഡ് യൂഷ്വലി വിത്തൗട്ട് പേ. അപ്പൊ അവർക്ക് ശമ്പളം ഉണ്ടാവുമോ? സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ശമ്പളം ഉണ്ടാവുമോ? ഇല്ല, സാലറി ഉണ്ടാവില്ല അല്ലെ, ശമ്പളം ഉണ്ടാവില്ല. ആൻഡ് ആസ് എ ഫോം ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ, ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് അല്ലെ, ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് അവർക്ക് ശമ്പളമില്ലാതെ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ പറയുന്ന എംപ്ലോയീസിനെ, ജീവനക്കാരെ കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ പിരിച്ചുവിടുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? സസ്പെൻഷൻ എന്ന് പറയുന്നത്. സസ്പെൻഷൻ refers to an HR related action. ഒരു ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അവിടെ നമ്മുടെ എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്, അവരുടെ വർക്കിൽ നിന്ന്, അവർ ജോലി ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് സമയത്തേക്ക്, ഒരു നിശ്ചിത സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിലേക്ക് അവരെന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് മാറ്റുന്നു. ആ സമയത്ത് അവർക്ക് യാതൊരു ശമ്പളമോ കാര്യങ്ങളോ ഇല്ല. അത് അവരുടെ ആ ഒരു സ്ഥാപനത്തിന്റെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഫോർത്ത് വൺ ആണ് ലേ ഓഫ്. അത് കഴിഞ്ഞ് ഒരു ഹൈഫൺ ഇടണം കേട്ടോ. അപ്പൊ എന്താണ് സസ്പെൻഷൻ, എന്താണ് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, എന്താണ് റെസിഗ്നേഷൻ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. ലേ ഓഫ് നോക്കി, it refers to an indefinite termination of the employee from payroll owing to factors which can't be controlled by the employer. എന്താണ്? ചില ഘടകങ്ങൾ, അതായത് എംപ്ലോയർ അല്ലെങ്കിൽ അവർ ജോലി കൊടുക്കുന്ന തൊഴിലുടമയ്ക്ക് ചിലപ്പോ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില ഘടകങ്ങൾ കാരണം അവരെ ആ ഒരു പേറോളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിനെ ഒരു നിശ്ചിത കാരണമില്ലാതെ അല്ലെ, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു നിശ്ചിത കാരണമില്ലാതെ അവരെന്ത് ചെയ്യും? പിരിച്ചുവിടും. എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം? പെട്ടെന്നൊക്കെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ആളുകളെ, ചിലപ്പോ കുറച്ച് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കേട്ടോ. സ്ഥാപനത്തിന് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ ഒരുപാട് പേര് അനിശ്ചിത കാലത്തേക്ക് എന്ത് ചെയ്യുന്നു? പിരിച്ചുവിടാൻ നടത്തുന്നത് കേട്ടിട്ടുണ്ടോ? ഈ കമ്പനികളിൽ നിന്നൊക്കെ ഇല്ലേ? അത് തന്നെ. അപ്പൊ ഇവിടെ എന്താണ്? ആ ഒരു സ്ഥാപനത്തിന് ആ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒരു ഫിനാൻഷ്യൽ ബർഡൻ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് അതിനെ മാനേജ് ചെയ്യാനും എങ്ങനെ നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവേഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ മറികടക്കണം എന്നൊക്കെ നല്ല രീതിയിൽ അറിയാത്തതും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുമായ ഒരു സന്ദർഭം വരുന്ന സമയത്ത് അവര് അനിശ്ചിത കാലത്തേക്ക്, അതാണ് ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ എന്ന് പറയുന്നത്, അനിശ്ചിത കാലത്തേക്ക് അവരെ പിരിച്ചുവിടുന്നു. എന്ന് തിരിച്ചെടുക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് ഇവിടെ പറ്റില്ല കേട്ടോ. അതാണ് ലേ ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ ഓഫ് ദ എംപ്ലോയി. അനിശ്ചിത കാലത്തേക്ക് അവരെ പിരിച്ചുവിടുന്നു. ഫ്രം ദ പേറോൾ ഓയിങ് ടു ഫാക്ടേഴ്സ്, പേറോളിൽ നിന്ന്, അവരുടെ ശമ്പള പട്ടികയിലുള്ള ജീവനക്കാരിൽ നിന്നാണ് പിരിച്ചുവിടുന്നത്. ഓയിങ് ടു ഫാക്ടേഴ്സ് വിച്ച് can't be controlled by the employer. എന്താണ്? തൊഴിലുടമയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ടെർമിനേഷൻസ് നടക്കുന്നത്. The purpose of layoff is to lessen the financial burden on a organization when human resource cannot be utilized in a proper manner. അവിടെയുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സുകളെ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മനുഷ്യന്റേതായിട്ടുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളെ, മനുഷ്യ വിഭവങ്ങളെ കൃത്യമായിട്ട് നല്ല രീതിയിൽ, നല്ല മാനേഴ്സില്, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ, ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് കഴിയാതെ വരും. ആ ഒരു ഓർഗനൈസേഷന് കഴിയാതെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ ബേർഡനുകൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഭാരം ഇവരിലേക്ക് വരികയും അതിലൂടെ ആ ഒരു ഭാരം അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് വേണ്ടി എന്താണ് ഇവർ ചെയ്യുന്നത്? ഇങ്ങനെ അനിശ്ചിത കാലത്തേക്ക് എന്ത് ചെയ്യും? ഒരുപാട് ജീവനക്കാരെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നു.
ഓക്കെയാണോ? 4 വേഗം ഒന്ന് വായിച്ചു നോക്കി. എന്താണ് സെപ്പറേഷൻ, എന്താണ് അതിലെ 4 ടൈപ്പ് പറയുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നൊന്ന് വേഗം വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ലേ ഓഫ് ആണോ? ലേ ഓഫ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് refers to an indefinite termination, അതായത് അനിശ്ചിതകാല പിരിച്ചുവിടലാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ പിരിച്ചുവിട്ട് കഴിയുമ്പോൾ എന്നവരെ തിരിച്ചെടുക്കുമെന്നോ എന്നൊന്നും നമുക്കൊരു നിശ്ചയം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിൽ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട്, അതായത് ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് പോലും നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്ത് കൊണ്ട് നടന്ന് നന്നായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ ശരിയായ രീതിയിൽ ഇവർ ഉപയോഗിക്കാനൊന്നും ആ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന് ചിലപ്പോ അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗമായിട്ടൊക്കെ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ അവരെന്ത് ചെയ്യും? ഈ പറയുന്ന കുറച്ച് ജീവനക്കാർ, കുറച്ചധികം ജീവനക്കാർ വലിയ ഫാക്ടറീസ് കമ്പനികളിലൊക്കെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ചധികം ജീവനക്കാരെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് പിരിച്ചുവിടും. അനിശ്ചിതകാലത്തേക്ക് എന്ത് തിരിച്ചെടുക്കുന്നോ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ പിരിച്ചുവിടും. അതിനെയാണ് ലേ ഓഫ്. സസ്പെൻഷൻ ആണോ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്, ഒരു പ്രവർത്തനമാണ്. അതില് എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഇവിടെ മൊത്തത്തിൽ അവരെ ഫുള്ളായിട്ട് നമ്മൾ പിരിച്ചുവിടുകയല്ല ചെയ്യുന്നത്, ഒന്ന് മാറ്റി നിർത്താണ് ചെയ്യുന്നത് അല്ലെ, ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക്. അപ്പൊ അവരുടെ ആ ഒരു എന്തെങ്കിലും പണിഷ്മെന്റ് ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട അവരുടെ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ അവരെ കുറച്ച് നിശ്ചിത സമയത്തേക്ക് അവരെന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ഒരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ 3 മാസത്തേക്കോ അങ്ങനെ നിശ്ചിത സമയത്തേക്ക് അവർ ആ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവർ ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ശമ്പളവും കിട്ടില്ല. ഇതൊരു ആ സ്ഥാപനത്തിന്റെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് വരുന്നൊരു പ്രവർത്തനമാണ്. ഓക്കെ ആണോ? സസ്പെൻഷൻ. റെസിഗ്നേഷനോ? റെസിഗ്നേഷനിൽ ഒന്നുമില്ല, വ്യത്യാസം ഒന്നുമില്ല. നമ്മള് സ്വന്തമായിട്ട് സ്വമേധയാ ആ ഒരു വ്യക്തി, ഇവിടെ ആരും അവരെ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്, സ്വമേധയാ അവര് തന്നെ എന്ത് ചെയ്യുന്നു? പറയാണ് എനിക്ക് ഇങ്ങനെ ഈ സ്ഥാപനത്തിൽ ഇനി തുടരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? റിസൈൻ ചെയ്തെങ്കിൽ പിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് സ്വയമേധയാ അവരെന്ത് ചെയ്യുന്നു? പിരിഞ്ഞു പോകുന്നതിനെയാണ് റെസിഗ്നേഷൻ. അപ്പൊ അതിന് പല കാരണങ്ങളാവാം. അവരുടെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നമാവാം, ശാരീരിക വൈകല്യങ്ങൾ മൂലമാവാം, പുതിയൊരു ഓപ്പർച്യൂണിറ്റി, ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു അവസരം അവർക്ക് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കിട്ടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട്, അങ്ങനെയുള്ള പേഴ്സണൽ കാരണങ്ങൾ കൊണ്ടാണ് അവരത് ഈ ഒരു ജോലി വേണ്ട എന്ന് വെച്ച് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും. ഓക്കെ അല്ലേ? 4 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക്, ഇപ്പൊ സെപ്പറേഷൻ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയ നെക്സ്റ്റ് എംപ്ലോയീസിന്റെ ട്രെയിനിങ് അല്ലെ. എംപ്ലോയീസിന്റെ ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അത് തന്നെ നോക്കിയ ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എല്ലാത്തിന്റെയും ആ ഡെഫിനിഷൻ എന്താണെന്ന് സെപ്പറേഷന്റെയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. But training is a process of learning, a series of programmed behavior. പ്രോഗ്രാം ചെയ്ത പെരുമാറ്റം, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം അല്ലെ. പ്രോഗ്രാം ചെയ്ത പെരുമാറ്റങ്ങളുടെ ഒരു പരമ്പര, അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിനിങ്ങിൽ എപ്പോഴും നമുക്കറിയാം കുറച്ച് പ്രോഗ്രാംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. എങ്ങനെ നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള അറിവും പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണം എന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ആ ട്രെയിനിങ്ങിന് പ്രധാനമായിട്ടും ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പെരുമാറ്റത്തിന്റെ ഒരു സീരീസ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന്റെ ഒരു സീരീസ്, അല്ലെങ്കിൽ ഒരു എന്താണ് മലയാളത്തിൽ സീരീസിന് എന്താ പറയാ, ഒരു കൂട്ടം അല്ലെ. ആ ഒരു കൂട്ടം പ്രോഗ്രാംഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ള
എന്താ പെരുമാറ്റങ്ങളെയാണ്. ആ ഒരു പെരുമാറ്റങ്ങളെ കുറിച്ച് എങ്ങനെ നമ്മൾ അവിടെ പെരുമാറണം, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ ഒരു ട്രെയിനിങ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, എല്ലാ ലെവലിലും ആ ഒരു ജോലിയിലേക്ക് ആ ഒരു വ്യക്തി ആപ്റ്റായിട്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ അറിവുകളും പ്രവർത്തനങ്ങളും അതുപോലെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ഇവിടെ എപ്പോഴും നോളജ് അല്ലെങ്കിൽ നമ്മുടെ അറിവ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? അപ്ലൈ ചെയ്യാൻ എന്താ, പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നോളജ് പ്രയോഗിക്കുകയാണ് ഈ ഒരു ട്രെയിനിങ് സെക്ഷനിൽ ഉൾപ്പെടുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് പീപ്പിൾ അവെയർ ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ ടു മാനേജ് ദെയർ ബിഹേവിയർ. അവരുടെ പെരുമാറ്റം, അതായത് ഓരോ എംപ്ലോയീസും എങ്ങനെയാണ് അവരുടെ പെരുമാറ്റത്തെ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓരോ സ്ഥാപനത്തിലും ഉണ്ടാവും, അല്ലെ? എങ്ങനെ അവിടുത്തെ സ്റ്റാഫുകൾ ബിഹേവ് ചെയ്യണം, എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, നിയമങ്ങളും നടപടിക്രമങ്ങളെ കുറിച്ചും ഈ ഒരു ട്രെയിനിങ്ങിലൂടെ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീപ്പിൾ അവെയർ, അവബോധമുള്ളവരാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. And it tries to refine your performance in the current job or make them ready for an intended job. ഇനി എന്താണ്, അവർ നിലവിലെ ഏത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയിലെ അവരുടെ പ്രകടന നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഇത് ശ്രമിക്കുന്നുണ്ട്. ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ പെർഫോമൻസ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ലേ, നല്ലൊരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ? അതാണ് പറയുന്നത്. കറന്റ് ജോബ്, നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ പെർഫോമൻസ് കുറച്ചും കൂടി ഇംപ്രൂവ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Or make them ready for an intended job. Intended job എന്ന് വെച്ചാൽ എന്താ, അവർ ഉദ്ദേശിച്ച ജോലി, അല്ലെ? ചിലപ്പോ നമുക്കറിയാം, നമ്മളൊരു സ്ഥാപനത്തിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ജോലി ആയിരിക്കില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? ചിലപ്പോ അതിനും താഴത്തെ ഒരു പൊസിഷൻ ആയിരിക്കാൻ കിട്ടിയിട്ടുണ്ടാവുമെങ്കിൽ, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? ആ ഒരു ഉദ്ദേശിച്ച ജോലിയിലേക്ക് അവരെ റെഡിയാക്കാൻ അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട് ചിലപ്പോ ഈ ഒരു ശ്രമം വിജയിച്ചേക്കാം. അപ്പൊ നല്ലൊരു ട്രെയിനിങ് കിട്ടിയാൽ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാൻ പറ്റും. അത് കൂടാതെ നമ്മൾ ഉദ്ദേശിച്ച ജോലിയിലേക്ക് നമ്മളെ തയ്യാറാക്കാനായിട്ടും ഈ ഒരു ട്രെയിനിങ് വഴി സാധിക്കുന്നുണ്ട്. Then primary purpose of training are to be increase productivity. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. അപ്പൊ നല്ല എംപ്ലോയീസിനെ കിട്ടിയാൽ നല്ല പ്രൊഡക്റ്റുകൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാവും, അല്ലെ? അതിനനുസരിച്ച് അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കണമെന്ന് മാത്രമുള്ളൂ. അപ്പൊ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ആൻഡ് ടു അപ്ഗ്രേഡ് ക്വാളിറ്റി, ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ഉയർത്തിക്കൊണ്ടുവരിക. ആൻഡ് ടു ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ ഫുൾഫിൽ ഇറ്റ്സ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്, ആ സ്ഥാപനത്തിന്റെ ഭാവിയിലേക്കുള്ള വ്യക്തിപരമായ ആവശ്യകതകള്, അതുപോലെ ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ആ ഒരു സ്ഥാപനത്തിന്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക. ആൻഡ് ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അവിടുത്തെ ആരോഗ്യവും സുരക്ഷയും ഇംപ്രൂവ് ചെയ്യുക. ഒബ്സലസൻസ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെടൽ തടയുക. ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിഗത ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ആ ഒരു സ്ഥാപനത്തെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു എംപ്ലോയിക്ക് കൊടുക്കുന്ന, ഇവിടെ ഉള്ള ജീവനക്കാർക്ക് കൊടുത്താൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ, അല്ലെ? അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുത്ത് കൂടുതൽ അറിവുകളും സ്കില്ലുകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവരിലൂടെയാണ് നമ്മൾ ഓരോ സർവീസുകളും പ്രൊഡക്റ്റുകളും എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെയാണ് ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയും വരുന്നത്. ഒരു എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന പരിശീലനം എന്ന് പറയുമ്പോൾ അതൊരു സെറ്റ് ഓഫ് പ്രോഗ്രാമഡ് ബിഹേവിയർ ആണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഓരോ സെറ്റിലും ബിഹേവ് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്, അതിനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ചെയ്ത ഒരു കൂട്ടം പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും നമ്മുടെ നോളജ് നമ്മൾ അപ്ലൈ ചെയ്യലും പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് കിട്ടിയ അറിവ് അപ്ലിക്കബിൾ ആയിട്ട് കൊണ്ടുവരാം, അല്ലെ? നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ കുറെ നോളജ് നമ്മൾ അക്വയർ ചെയ്യും, അതേസമയം നമ്മൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് ചിലർക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരുപാട് നോളജ്, ചിലപ്പോൾ ഒരുപാട് ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും ഒക്കെ എടുത്ത ആളുകൾ ഉണ്ടാവും, അല്ലെ?
അതേസമയം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് കഴിവുണ്ടാവില്ല. അതേസമയം കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് പ്രവർത്തനം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് നന്നായിട്ട് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റും അല്ലെ. അതുപോലെ തന്നെ കുറെ നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല, ആ നോളജ് ഇങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നമ്മുടെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എങ്ങനെയാണ്, നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാനും ഈ ട്രെയിനിങ് വഴി സാധിക്കും. അതുപോലെ നിലവിൽ നമ്മൾ നിലവിൽ ആ എംപ്ലോയി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ പ്രകടന നിലവാരം വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് ഇതുവഴി ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ ഉദ്ദേശിച്ച ജോലി, അവരെന്ത് ജോലിയിലേക്ക്, ചിലപ്പോൾ ഒരു ഹയർ പൊസിഷനിലുള്ള ജോലിയിലേക്ക് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ആ ഒരു ജോലിയിലേക്ക് ഇവരെ തയ്യാറാക്കാനും ഈ ഒരു ട്രെയിനിങ് വഴി സാധിക്കുന്നുണ്ട്. ഒരു ട്രെയിനിങ്, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്തൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, ഗുണനിലവാരം ഉയർത്തുക, ആൻഡ് ഹെൽപ്പ് എൻ ഓർഗനൈസേഷൻ ടു ഫുൾഫിൽ ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്. ആ ഒരു സ്ഥാപനത്തിന്റെ ഭാവിയിലേക്ക് വരാവുന്ന വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുക, ഓർഗനൈസേഷനുമായി അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുക, ഒബ്സൊലസൻസ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെടൽ തടയുക, ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിഗതമായിട്ടുള്ള വളർച്ച അല്ലെ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. ക്ലിയർ ആണോ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാം. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമുക്ക് പറയുമ്പോൾ അറിയാൻ പറ്റും. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിൽ പോവാണ്, അപ്പൊ അവിടെ എന്തൊക്കെ സ്റ്റെപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്? നോക്കിയ ഫസ്റ്റ് വൺ ആണ് ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. ഈ ഒരു ട്രെയിനിങ് നടത്തണമെങ്കിൽ അതൊരു ആവശ്യകത ഉണ്ടാവും അല്ലെ. എന്താണോ ആ ട്രെയിനിങ് നടത്താനുള്ള ആവശ്യകത എന്താണ് എന്ത് കണ്ടെത്തുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യുകയോ ഡിസ്കവർ ചെയ്യുകയോ വേണം. കണ്ടെത്തുകയോ തിരിച്ചറിയുകയോ ചെയ്യുക. എന്താണ്? ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. ആ ട്രെയിനിങ് നടത്താനുള്ള ആവശ്യകത എന്താണ് എന്ന് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്യുക. രണ്ടാമതായിട്ട് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ആ ഒരു ജോലിയിലേക്ക് തയ്യാറെടുപ്പ് നടത്തുക അല്ലെ. ആ ഒരു ജോലിയിലേക്ക് എന്താണ്, ഇപ്പൊ ചിലപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചിലർക്ക് എന്താ അപ്രന്റീസ്ഷിപ്പ് പോലെ അല്ലെ, ചിലപ്പോ എന്താണ് കുറച്ച് നാളത്തേക്ക് ട്രെയിനീസ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ജോലിക്ക് എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ ട്രെയിനിങ്ങിന് വേണ്ടി, അപ്പൊ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുക, ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ആ ഒരു ജോലിക്ക് വേണ്ടി ഇവര് തയ്യാറാവേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. ആ ഒരു ലേണറിന്റെ തയ്യാറെടുപ്പ്. ലേണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് ലേണർ? ഇവിടെ ആരാണ് ലേണർ? പഠിതാവ് ആരാണ്? ആ എംപ്ലോയി ആണ് പഠിതാവ് അല്ലെ. അപ്പൊ ട്രെയിനർ ആണ് നമുക്ക് അതിനുള്ള നോളജും കാര്യങ്ങളൊക്കെ പകർന്നു തരുന്നത്, പരിശീലകൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യം എന്ത് ചെയ്യുന്നു, ആ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എന്താണെന്ന് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ആ ഒരു ജോലിക്ക് വേണ്ടി അവരെ തയ്യാറാക്കുന്നു. ആ പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. ആ ലേണറിന്റെ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പഠിതാവിന്റെ തയ്യാറെടുപ്പാണ് ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻസ് ആണ് അല്ലെ, തയ്യാറെടുപ്പാണ് മൂന്നാമതായിട്ട് വരുന്ന സ്റ്റെപ്പ്. ഓക്കെ ആണോ? 3 ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. ഇനി ഇതിൽ എന്താ പറയുന്നത്? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്, അറിവും അതുപോലെ പ്രവർത്തനങ്ങളുടെയും അവതരണം. ഇപ്പൊ നമുക്കൊരു ട്രെയിനിങ് കിട്ടുമ്പോ നമുക്ക് ഒരാളെ പറഞ്ഞു തരല്ലേ ചെയ്യുന്നത് അല്ലെ, എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങള്, എന്തൊക്കെയാണ് നിങ്ങൾ
പുതിയതായിട്ട് കിട്ടേണ്ട അറിവുകള് ഇതൊക്കെ നമുക്കൊരു ട്രെയിനർ പറഞ്ഞു തരാല്ലേ ചെയ്യുന്നേ, അല്ലെ? അവരത് അവതരിപ്പിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും presentation of operation and knowledge എന്ന് പറയുന്നത്. The most important step in a training program is presentation of operation എന്നാണ് കേട്ടോ അവിടെ. presentation of operations and knowledge. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് presentation of operation and knowledge തന്നെയാണ്. The trainer should clearly tell. ആ ട്രെയിനർ അല്ലെങ്കിൽ ആ പരിശീലകനാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവും ഏതൊക്കെ പ്രവർത്തനമാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്നത് ആ ഒരു ട്രെയിനർ അല്ലെങ്കിൽ പരിശീലകനായിരിക്കും. Then should clearly tell, show, illustrate and question in order to put over the new knowledge and operations. ഇനി എന്ത് ചെയ്യുന്നു? ഒരു ട്രെയിനർ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഓരോ ലേണേഴ്സിനേക്കും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനോടും അവർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള പുതിയ പുതിയ അറിവുകളും പ്രവർത്തനങ്ങളെയും കുറിച്ച് എന്ത് ചെയ്യുന്നു? ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെ? നമുക്ക് അങ്ങനെയല്ലേ ഒരാൾ പറഞ്ഞു തരുമ്പോ പുതിയ പുതിയ അറിവുകള് അല്ലെങ്കിൽ പുതിയ പുതിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ആ ട്രെയിനർ അവർക്ക് എന്ത് ചെയ്യുന്നു? ഷുഡ് ക്ലിയർലി ടെൽ. കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു കൊടുക്കണം. ആൻഡ് ഷോ, പിന്നെ എന്ത് ചെയ്യണം? പല പല കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കേണ്ടതായിട്ട് വരും, അല്ലെ? ആൻഡ് ഇല്ലസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഇല്ലസ്ട്രേറ്റ് ചെയ്യുക? ചിത്രീകരിക്കുക, അല്ലെ? പല പല കാര്യങ്ങളും ചിത്രീകരിച്ചുകൊണ്ട് കാണിക്കേണ്ടതായിട്ട് വരും. അത് കൂടാതെ ആൻഡ് ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ടു പുട്ട് ഓവർ ദ ന്യൂ നോളജ് ആൻഡ് ഓപ്പറേഷൻ. ചിലപ്പോ എന്ത് ചെയ്യേണ്ടി വരും? പല ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ട് അതിലൂടെയും നമുക്ക് ഈ ഒരു നോളജ് നമ്മളിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും, ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഒരു ട്രെയിനർ ആണ് ചെയ്യേണ്ടത്. ഈ ട്രെയിനർ അവിടെ ആ ഒരു നോളജും ഓപ്പറേഷൻസും എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു അവതരണം നടത്തുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവിടെ ഒരു പ്രസന്റേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഓൾറെഡി നോളജുകൾ ഉണ്ടാവും, പക്ഷെ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അറിവുകളും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ പരിശീലകൻ ഈ എംപ്ലോയീസിനോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. അവർക്ക് എന്ത് ചെയ്യണം? ഇല്ലസ്ട്രേറ്റ് ചെയ്യണം, ചിത്രീകരിച്ചു കൊടുക്കണം. അതുപോലെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ച് അങ്ങനെ ആ ഒരു രീതിയിലൂടെയും വൃത്തിയായിട്ട് അവർക്കത് അവരിലേക്ക് അത് എത്തിക്കണം. ക്ലിയർ അല്ലേ? The learner should be told of the series of the entire job. അതുകൂടാതെ and why each step in its performance is necessary. ഇനി ഈ ഒരു ലേണർ അല്ലെ, ആ ഒരു പഠിതാവിന് എന്തൊക്കെ കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കണം? സീരീസ് ഓഫ് ദ എൻറ്റയർ ജോബ്. ആ ഒരു എൻറ്റയർ ജോബിൽ അവർ വന്നിരിക്കുന്ന ആ ഒരു ജോലിയുടെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുക്കണം, വേണ്ടേ? ആൻഡ് why each step in performance is necessary. ഓരോ സ്റ്റെപ്പിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഇവരുടെ പ്രകടനത്തിന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്? അപ്പൊ ഓരോ നിലയിലെത്തുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഒരു ജോലിയിലും പൊസിഷനിലും ഇരിക്കുമ്പോഴും അതിൻ്റെതായ പ്രകടന നിലവാരം കാഴ്ചവെക്കുന്നത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ബെനിഫിറ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ആരിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ആ ഒരു ട്രെയിനർ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? എന്താണ് ഒരു പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെയും. അവിടെ പ്രസന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നോളജ് ആണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണെങ്കിലും പുതിയ പുതിയ അറിവുകള് പകർന്നു കൊടുക്കാനായിട്ട് അവർക്ക് ഒരു ട്രെയിനർ ഉണ്ടായിരിക്കും. ആ ട്രെയിനർ കൃത്യമായിട്ട് ഈ അറിവും പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നോളജും എല്ലാം ഇവരിലേക്ക് എത്തിക്കുന്നത് പല പല രീതിയിലൂടെ ആയിരിക്കും. പറഞ്ഞായിരിക്കാം, ചിലപ്പോൾ പല കാര്യങ്ങളും കാണിച്ചുകൊണ്ടായിരിക്കാം, പല കാര്യങ്ങളും ചിത്രീകരിച്ചുകൊണ്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ ഏതൊരു മാർഗത്തിലൂടെയും ഇവരിലേക്ക് ഈ അറിവ് പുതിയ നോളജും ഓപ്പറേഷൻസും എത്തിക്കുക എന്നതാണ് ആ ട്രെയിനറിന്റെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അത് കൂടാതെ ആ ലേണറിനോട് അല്ലെങ്കിൽ ആ പഠിതാവിനോട് ആ ജോലിയെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അത് കൂടാതെ each step in its performance is necessary. ഓരോ സ്റ്റെപ്പും ഇതിലെ ഓരോ സ്റ്റെപ്പുകളും എന്താണ് അതിന്റെ പ്രാധാന്യം, അവിടുത്തെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ലേണറിനോട് അല്ലെങ്കിൽ ആ എംപ്ലോയീസിനോട് പറഞ്ഞു മനസ്സിലാക്കി നൽകേണ്ടതും ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്ന ട്രെയിനർ ആണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഫോർത്ത് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പെർഫോമൻസ് ട്രൈ ഔട്ട്.
നോക്കി അതൊക്കെ ഒരു ഹൈഫൻ ഇടാ കേട്ടോ, ഒരു പെർഫോമൻസ് ട്രൈ ഔട്ട് കേട്ടോ. നോക്കി under this the trainee is asked to look through the job several times slowly. ഇനി എന്ത് ചെയ്യുന്നു, പെർഫോമൻസ് അവരുടെ ആ ഒരു പ്രകടനം അവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാണ് കേട്ടോ. ഇപ്പൊ ഒരു ജോലി പറഞ്ഞു, അപ്പൊ അവരോട് എന്ത് പറയുന്നു, പുതിയ പുതിയ അറിവുകളും പ്രവർത്തനങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, അവർക്ക് കിട്ടിയോ ആ നോളജ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻസിനെ കുറിച്ച് അവർക്ക് മനസ്സിലായോ എന്നൊക്കെ എന്ത് ചെയ്യാണ്, അത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതാണ് ഇവിടെ പെർഫോമൻസ് ട്രൈ ഔട്ടിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. under this the trainee is asked to look through the job several times slowly. എന്ത് ചെയ്യുന്നു, ഇവിടെ ആ ഒരു ജോലി എങ്ങനെയാണ് അവർ ചെയ്യുന്നത് അല്ലെ, ആ ഒരു ട്രെയിനി എന്ത് ചെയ്യുന്നു, ട്രെയിനി എന്ന് പറഞ്ഞാൽ എംപ്ലോയി അല്ലെ, ആ ഒരു ട്രെയിനി എന്ത് ചെയ്യുന്നുണ്ട്, asked to look through the job several times slowly. ആ ജോലിയെ ഒന്ന് നോക്കി ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ജോലി എങ്ങനെയാണെന്ന് പതുക്കെ പതുക്കെ അവർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് എക്സ്പ്ലെയിൻ ടു ഹിം ഈച്ച് സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പുകളും വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു, വിശദീകരിച്ച് കൊടുക്കുകയും വേണം. അപ്പൊ ഒരു ട്രെയിനി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ജോലിയെ കുറിച്ച് ഇപ്പോ അവതരിപ്പിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ അവരുടെ അടുത്ത് അല്ലെ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പുതിയ ജോലി, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ചെയ്യേണ്ടത് എന്ന രീതിയിൽ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ അല്ലെ. അവരെ കൊണ്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ, ഇല്ല. അപ്പൊ അവരെ കൊണ്ട് എന്താ ചെയ്യുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു, അതായത് ഇവർക്ക് പറ്റുന്നുണ്ടോ. ശരി, ഇവരുടെ മെയിൻ ഉദ്ദേശം എന്താ, അവരത് ചെയ്യാനായിട്ട് ഓക്കെയാണോ, ചെയ്യാനായിട്ട് അവർക്ക് കഴിവുണ്ടോ, അപ്പൊ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന കാര്യങ്ങൾ നോക്കണ്ടേ. അതാണ് പെർഫോമൻസ് ട്രൈ ഔട്ടിൽ വരുന്നത്. under this the trainee is asked to look through the job several times slowly and explain to him each step. എന്ത് ചെയ്യുന്നു, അവിടെ ആ ജോലികള് വളരെ സാവധാനം അവരോട് ചെയ്തു നോക്കാനായിട്ട് പറയാണ്. അവർ ചെയ്തു നോക്കുന്ന സമയത്ത് അവരുടെ ഓരോ സ്റ്റെപ്പുകളും അവരോട് നല്ല രീതിയിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും അവരോട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ മിസ്റ്റേക്ക് ഷുഡ് ബി കറക്റ്റഡ്. ഈ സമയത്ത് വരുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തെറ്റുകളൊക്കെ നമ്മൾ തിരുത്തി കൊടുക്കുന്നു. Then the trainee is advised to do the job step by step, building up skills and speed. ഇനി ഈ ഒരു ട്രെയിനിയോട് എന്ത് ചെയ്യുന്നു, എന്താണ് അഡ്വൈസ് ചെയ്യുന്നത്, എന്താണ് ഉപദേശിക്കുന്നത്, ഈ ഒരു ജോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കാൻ ആവർത്തിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്, ബിൽഡ് അപ്പ് സ്കിൽ ആൻഡ് സ്പീഡ് അല്ലെ. ഇപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്, സാവകാശം ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ എപ്പോഴും സാവകാശം ചെയ്തുകൊണ്ടിരിക്കാൻ കാര്യമില്ല അല്ലെ. അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ജോബില് സ്കില്ല്, വൈവിധ്യവും സ്പീഡും ഒക്കെ കൂട്ടണമെങ്കിൽ അവരത് എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അത് ജോലി ചെയ്തു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്ത് മാത്രമേ അതിന്റെ ആ ഒരു സ്പീഡ് വരുള്ളൂ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ട്രെയിനിയെ ഉപദേശിക്കുകയും വേണം. ക്ലിയർ ആയോ? പെർഫോമൻസ് ട്രൈ ഔട്ട് എന്താന്നുള്ളത് മനസ്സിലായോ? പെർഫോമൻസ് ട്രൈ ഔട്ട് എന്താന്ന് ക്ലിയർ ആയോ? ഒന്നുമില്ല. പെർഫോമൻസ് ട്രൈ ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ അവരുടെ പ്രസന്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ജോലിയിലേക്ക് അവർ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യാൻ പറ്റുമോ, അവർക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സാവധാനത്തിൽ ആ ജോലി ചെയ്ത് നോക്കാൻ പറയുന്നു. ഓരോ സ്റ്റെപ്പുകളും വൃത്തിയായിട്ട് അവർക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ആ സമയത്ത് വരുന്ന തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുന്നു. അവരോട് ഒന്ന് ഉപദേശിക്കുന്നു. എന്തിനു വേണ്ടിയാണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടി സ്പീഡിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അതിലൂടെ നിങ്ങളുടെ സ്കില്ലും സ്പീഡും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവരെ ഉപദേശിക്കുകയും ചെയ്യും. ക്ലിയർ അല്ലേ? പെർഫോമൻസ് ട്രൈ ഔട്ട് എന്ന് വെച്ചാല് നെക്സ്റ്റ് വരുന്നത് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാംസ്. നോക്കിയേ, ഫോളോ അപ്പ്. ഇനി എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം ഒക്കെ അത്രയും കഴിഞ്ഞ് അവരോട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അവർ ചെയ്ത് നോക്കി അവർ പതുക്കെ അത് ചെയ്ത് എന്ത് ചെയ്യണം, സ്പീഡും സ്കില്ലും ഉണ്ടാക്കിയെടുക്കണം. ഇനി ലാസ്റ്റ് നമ്മൾ ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ അല്ലെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വിലയിരുത്തൽ നടത്തുകയാണ്. It is which a view to testing the effectiveness of training efforts that this step is undertaken. ഇതെന്താ അവിടെ ചെയ്യുന്നത്, ടെസ്റ്റിംഗ് ദ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഫലപ്രാപ്തി ഓഫ് ട്രെയിനിങ് എഫേർട്സ്. ഈ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ പല പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെ. ഈ ഒരു ട്രെയിനിങ് സംഘടിപ്പിക്കാനായിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവില്ലേ. അപ്പൊ ആ ഒരു ട്രെയിനിങ് എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു പരിശ്രമം അല്ലെ, അതിനു വേണ്ടി എടുത്ത ഓരോ സ്റ്റെപ്പുകളും കൃത്യമായിരുന്നോ, ഫലപ്രാപ്തിയിലെത്തി
എത്തിയോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ നടത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു പ്രോഗ്രാം നടത്തി കഴിയുമ്പോൾ ആ ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആയോ, ആ ഒരു പ്രോഗ്രാം ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിയോ എന്നൊക്കെ വിലയിരുത്തണ്ടേ, പരിശോധിക്കണ്ടേ. അതാണ് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സ്റ്റെപ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ട്രെയിനിങ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ്, ആദ്യം ആ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിനുശേഷം ആ ജോലിയിലേക്ക് തയ്യാറെടുപ്പുകൾ നടത്തുന്നു, ആ ലേണറിൽ പഠിതാവ് ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നു, ആ ജോലി ചെയ്യാനായിട്ട് റെഡിയാവുന്നു. അതുപോലെ അവർക്ക് അതിനുശേഷം ഒരു ട്രെയിനർ വന്ന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും നോളജും ഒക്കെ എന്ത് ചെയ്യുന്നു, അവതരിപ്പിച്ച് നൽകുന്നു. അതിനുശേഷം അവരെ കൊണ്ട് ചെയ്തു നോക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും വളരെ എന്താണ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ഫലപ്രാപ്തിയിൽ നടന്നോ അല്ലെ, ആ ഒരു ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഭാഗത്തേക്ക് പോവാണ്. ട്രെയിനിങ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ്. ട്രെയിനിങ് മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നിക്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും ട്രെയിനിങ് മെത്തേഡ്സ് നടത്തുക? ഓരോ സ്ഥാപനത്തിന് അനുസരിച്ച് വ്യത്യസ്തമാവാട്ടോ. ഏതൊക്കെയാണ് ട്രെയിനിങ് മെത്തേഡുകൾ, അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ട്രെയിനിങ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് അതിൽ ഫസ്റ്റ് വൺ ആണ് ഓൺ ദ ജോബ് ട്രെയിനിങ്, OJT. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ, എക്സ്പാൻഡ് ഫോം ചോദിക്കാമേ. ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ് നമുക്കറിയാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ്. In the on-the-job training method, the employees are trained on the job at their place of work using actual tools, equipment, documents used by employees when they are fully trained. ഇനി ഇവിടെ എന്താ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ OJT എന്ന് പറയുന്നത്? ട്രെയിനിങ്, ഇതൊരു ട്രെയിനിങ് മെത്തേഡാണ്. ഒരു ട്രെയിനിങ്ങിന് കൊടുക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു രീതിയാണ്. എംപ്ലോയീസ് ആർ ട്രെയിൻഡ് ഓൺ ദ ജോബ് അറ്റ് ദിയർ പ്ലേസസ് ഓഫ് വർക്ക്. എന്താണ് അവര് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് എവിടെ വെച്ച് തന്നെയാ? അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് മെത്തേഡും ഉണ്ട്. അപ്പൊ ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ അവിടെയുള്ള ആക്ച്വൽ യഥാർത്ഥത്തിലുള്ള ടൂൾസും എക്യുപ്മെന്റ്സും ഡോക്യുമെന്റ്സും ഒക്കെ എടുത്തുകൊണ്ട് അവർക്കൊരു പൂർണ്ണമായിട്ടുള്ളൊരു പരിശീലനം ലഭിക്കുന്നതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താന്നുള്ളത് അവര് വേറെ എവിടെയും കൊണ്ടുപോയല്ല പരിശീലിപ്പിക്കുന്നത്, അവര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വെച്ച് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. ആ സ്ഥാപനത്തിൽ ഉള്ള ആക്ച്വൽ ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ടൂൾസും എക്യുപ്മെന്റ്സും ഡോക്യുമെന്റ്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായൊരു പരിശീലനം ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെ നൽകുന്നതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. എന്താ? JIT, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. അതിലെന്താ പറയുന്നത്? ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. എന്താണ് ഗ്രാജുവൽ ലേണിംഗ് എന്ന് പറഞ്ഞാല്? കാലക്രമേണയുള്ള പഠനത്തിലൂടെയുള്ള എന്താണ് പരിശീലനം അല്ലെ. ഗ്രാജുവൽ ലേണിംഗ് എന്ന് പറഞ്ഞ കാലക്രമേണയുള്ള പഠനത്തിലൂടെയുള്ള പരിശീലനം എന്നാണ് വെച്ചിട്ടാണ്. നമ്മൾ ഒരു ജോലിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ചിലപ്പോൾ ഒന്നും അറിയാൻ പറ്റില്ല അല്ലെ. ആദ്യമായിട്ട് ചിലപ്പോൾ ചെല്ലുന്ന ഒരാൾക്ക് ഒന്നും അറിയാൻ പറ്റില്ല. എന്നാൽ നമ്മൾ കാലക്രമേണ നമ്മൾ അത് പഠിക്കുകയല്ലേ? ആണോ? പഠിക്കുന്നില്ലേ? ആ ഒരു ജോലിയിലേക്ക് ചിലപ്പോൾ ആദ്യം ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അതേസമയം ഒരു മാസം കഴിഞ്ഞു, അടുത്ത 2 മാസമായി, 3 മാസമായി, നമ്മളത് കാലക്രമേണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിശീലനത്തിലൂടെ പഠിക്കുന്നുണ്ട് ഇല്ലേ? അതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ JIT എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാണോ അത് പഠിക്കുന്നത്? അല്ല, ആ ഒരു സ്ഥാപനത്തില് നമ്മൾ കാലക്രമേണ നമ്മൾ എത്ര നാളായിട്ടാണോ നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ ഗ്രാജുവൽ ആയിട്ട് കാലക്രമേണ നമ്മൾ പരിശീലനത്തിലൂടെ അല്ലെ പഠിക്കുന്നതിനെയാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? രണ്ടാമത് അപ്രന്റീസ്ഷിപ്പ്. എന്താ? കേട്ടിട്ടുണ്ടോ? അപ്രന്റീസ്ഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതെ,
In this, a person is learning a trade from a skilled employer, having agreed to work for a fixed period at low wages. അപ്പൊ ഈ അപ്രന്റീസ്ഷിപ്പിനുള്ള കുട്ടികൾ ഒരുപാട് പേര് ട്രെയിനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ പോവാറുണ്ട്. അപ്പൊ എപ്പോഴും അവർ എന്ത് ചെയ്യുന്നതാണ്, അവർക്ക് ലോ വേജസ് ആയിരിക്കും. എന്താ, കുറഞ്ഞ വേതനത്തില് ഒരു നിശ്ചിത കാലയളവിലേക്ക് എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യുന്നു, സമ്മതിച്ചുകൊണ്ട് ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയർ, ഒരു നല്ല വിദഗ്ധരായിട്ടുള്ള ഒരു ജീവനക്കാരിൽ നിന്നും ജോലി അല്ലെങ്കിൽ ഒരു തൊഴിൽ പഠിക്കുന്നതിനെ, ട്രെയിൻ എന്ന് പറഞ്ഞാൽ തൊഴിലാണ് കേട്ടോ, തൊഴിൽ പഠിക്കുന്നതിനെയാണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ആ ഒരു പുതിയ സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്, എന്നാൽ പോലും എന്താണ്, അറ്റ് ലോ വേജ്, കുറഞ്ഞ വേതനത്തില് ഒരു നിശ്ചിത സമയത്ത് എന്താണ്, ഹാവിംഗ് എഗ്രീഡ് ടു വർക്ക് ആണ്, അവർ ആ ഒരു ജോലി ചെയ്യാൻ സമ്മതം കൊടുത്തുകൊണ്ട് ആ ഒരു സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വിദഗ്ധരായിട്ടുള്ള ജീവനക്കാരിൽ നിന്നും ഒരു തൊഴിൽ പരിശീലിക്കുന്നതിനെയാണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ രണ്ടെണ്ണമാണ് നമ്മള് ഓൺ ജോബ്, എന്താണ്, ഓൺ ദ ജോബ് ടെസ്റ്റിംഗ് ട്രെയിനിങ്ങിൽ വരുന്നത്, OJT, ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് വൺ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആയിരുന്നു, സെക്കൻഡ് വൺ അപ്രന്റീസ്ഷിപ്പ് ആയിരുന്നു. രണ്ടെണ്ണവും സ്ഥാപനത്തിനുള്ളിൽ വെച്ചല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അത് രണ്ടും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓൺ ദ ജോബ് ട്രെയിനിങ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഓഫ് ദ ജോബ് മെത്തേഡ്. ഓഫ് ദ ജോബ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഓഫ് ദ ജോബ് എങ്ങനെയായിരിക്കും? ഓഫ് ദ ജോബ് പുറത്തായിരിക്കും. ആ ഒരു അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആക്ച്വൽ വർക്ക് ഫ്ലോർ, അവർ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇടത്ത് നിന്ന് മാറി ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും അവർക്ക് ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. നോക്കിയേ, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്, ദ വർക്കേഴ്സ് ഓർ എംപ്ലോയീസ് ലേൺ ദെയർ ജോബ് റോൾസ് അവേ ഫ്രം ദ ആക്ച്വൽ വർക്ക് ഫ്ലോർ. അവരുടെ സ്ഥിരമായിട്ട് അവർ യഥാർത്ഥത്തിൽ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നും മാറി അല്ലെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അവർക്ക് ട്രെയിനിങ്ങുകൾ ലഭിക്കുക. അപ്പൊ അതില് അങ്ങനെ ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ട്രെയിനിങ് കിട്ടുമ്പോൾ ചില ലെക്ചേഴ്സ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ. സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മേഖലയില് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള നല്ല നോളജ് ഉള്ള ആളുകളിൽ നിന്നുള്ള ലെക്ചർ ക്ലാസ്സുകൾ ഉണ്ടാവില്ലേ? പല കാര്യങ്ങളും നമുക്ക് ക്ലാസ് എടുത്ത് തരാറില്ലേ? ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാവും. അതുപോലെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ഒരു ഹൈഫൺ ഇടാട്ട് അവിടെ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലാസ് റൂം ട്രെയിനിങ് വിച്ച് ഇസ് ഓഫൺ ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എക്യുപ്മെന്റ് ആൻഡ് മെഷീൻസ് വിച്ച് ആർ ഐഡന്റിക്കൽ വിത്ത് ദോസ് ഇൻ യൂസ് ഇൻ ദ പ്ലേസ് ഓഫ് വർക്ക്. ഇവിടെ എന്താണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലാസ് റൂം ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് നമുക്ക് പരിശീലനങ്ങൾ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂം ട്രെയിനിങ് ആണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓഫൺ ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എക്യുപ്മെന്റ് ആൻഡ് മെഷീൻസ്, പലതരത്തിലുള്ള എക്യുപ്മെന്റ്സും മെഷീൻസും, അതായത് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റുകൾ, മെഷീൻസ് മുതലായവയൊക്കെ വിച്ച് ആർ ഐഡന്റിക്കൽ വിത്ത് ദോസ് ഇൻ യൂസ് ഇൻ ദ പ്ലേസ് ഓഫ് വർക്ക്, അവരുടെ ജോലി സ്ഥലത്ത് അവർ ഉപയോഗിക്കുന്നതിനോട് ഉപകരണങ്ങളോട് സാമ്യമുള്ളവ. അതായത് അത് ആക്ച്വലി അത് തന്നെയാണല്ല കേട്ടോ, അത് അവിടെയല്ലേ ഇരിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തല്ലേ ഇരിക്കുന്നത്, അതിനോട് സാമ്യമുള്ള, നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അതിനോട് സാമ്യമുള്ള രീതിയിലുള്ള ഉപകരണങ്ങളും മെഷീൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ക്ലാസ് റൂം ട്രെയിനിങ് തരുന്നതിനെയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? രണ്ട് പോയിന്റും കിട്ടിയോ? ലെക്ചേഴ്സ് കൊടുക്കുന്നു, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് കോൺഫറൻസ് നടത്തും അല്ലെ. ലെക്ചേഴ്സ് എന്താണെന്നാണോ ചോദിച്ചത്? ലെക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആളുകൾ, അതിൽ കുറച്ചും കൂടി പ്രാഗൽഭ്യമുള്ളവര്, നോളജ് ഉള്ളവർ ഒരു ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. നമുക്ക് ഒരു ഹോളിലൊക്കെ ഇരുത്തി, നമുക്ക് ജനറൽ ആയിട്ട് കേട്ടോ ഹോളിലൊക്കെ ഇരുത്തി ജസ്റ്റ് ഒരു പ്രസന്റേഷൻ പോലെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ കുറച്ച് വിവരണങ്ങൾ തരുന്നു. അതാണ് ലെക്ചേഴ്സ്. നമ്മളെ കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ അത് സ്കൂളുകളിലൊക്കെ വരാറില്ലേ, അതുമായി ബന്ധപ്പെട്ട ഇപ്പൊ സെമിനാർ പോലുള്ള കാര്യങ്ങൾ വരുമ്പോ അത് തന്നെ. നെക്സ്റ്റ് കോൺഫറൻസ് നടത്തുക അല്ലെ. ഇതാണ് സമ്മേളനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിലൂടെ നമുക്ക് ട്രെയിനിങ്ങുകൾ, അതായത് കോൺഫറൻസ് ഒക്കെ നടത്തി അതിലൂടെ കുറെ ഇൻഫർമേഷൻസ് തരാം. ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തും അല്ലെ. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പല ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടത്താറുണ്ട്. അതിലൂടെയും നമുക്ക് ഒരുപാട് നോളജും കാര്യങ്ങളും കിട്ടും.
കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി? ലേണിംഗ് ബൈ ഡൂയിങ്. എന്താ? നമ്മൾ ചെയ്തുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്റ്റഡീസ്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അതായത് ഒരുപാട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുക എന്നതാണ് അതിന്റെ പ്രധാന ഉദ്ദേശം. നമ്മൾ ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് കുറച്ചുകൂടി പഠിക്കാൻ പറ്റുന്നത്, അല്ലെ? നമുക്ക് കേൾക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുന്നതിലൂടെയല്ലേ നമുക്ക് കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? അവർ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും സൊല്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ജോലിയും അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്. ശരിയാണ്. അപ്പൊ അവിടെ എന്താണെന്ന് അവർക്ക് എന്താണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അവരുടെ നോളജും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് അവർക്ക് പഠിക്കാനായിട്ടുള്ള രീതിയിലുള്ള ടൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻസോ അല്ലെങ്കിൽ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ അവരുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നു? ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടാവാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ അവർക്ക് ചെയ്ത് നോക്കി പഠിക്കാനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു. ക്ലിയർ അല്ലേ? ഒരു മെഷീൻസ് ആണെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അവർക്ക് അത് കൊടുത്ത് അവരുടെ ചെയ്ത് നോക്കുമ്പോഴല്ലേ അവർ പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ കേട്ടോ. റോൾ പ്ലേ. എന്താണ് റോൾ പ്ലേ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും റോൾ പ്ലേ? റോൾ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഫിലിംസ് ഒക്കെ കണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ഒക്കെ ചെയ്യാറില്ലേ? നമ്മൾ ഓരോ റോൾസ്, അതിൽ ഓരോരുത്തരും ഓരോ റോളുകൾ വഹിക്കാറുണ്ടല്ലോ, അല്ലെ? ഓരോ റോൾ അഭിനയിക്കാറുണ്ട് ഇല്ലേ? അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചറും സ്റ്റുഡൻസുമായിട്ട് കളിക്കാറുണ്ട്, അല്ലെ? അവര് ടീച്ചേഴ്സ് ആയിട്ട് നിന്ന് എന്ത് ചെയ്യും? അഭിനയിക്കും. ചെയ്യാറില്ലേ വീടുകളില്? അതുപോലെ വല്ല ഷെഫൊക്കെ ആയിട്ട് പാചകം ചെയ്യുന്ന ഒരു ഷെഫായിട്ട് അഭിനയിക്കും. നമ്മൾ അവിടെ ചെന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുന്ന ആളുകളായിട്ട് നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യും, അല്ലെ? അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ റോൾ പ്ലേ പോലെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നു? റോൾ പ്ലേയിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് pretending to be someone else or pretending to be in a particular situation that you are not really time. എന്താ ഇവിടെ നമ്മൾ ചെയ്യുന്നത്? ഒരു മറ്റൊരാളായിട്ട് നടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യാണ്. മറ്റൊരാളായിട്ട് pretend ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യാൻ, നടിക്കുക. മറ്റൊരാളായിട്ട് നമ്മൾ നടിക്കുന്നു, അല്ലെങ്കിൽ or pretending to be in particular situation that you are not really in at the time. ആ ഒരു സമയത്ത്, അതായത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാര്യം, അല്ലെ? യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കാര്യമില്ല, എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മൾ ഒരാളായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ അഭിനയിക്കുന്നതിനെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു മറ്റൊരാളായിട്ട് എന്താണ് നമ്മള് ആക്ട് ചെയ്യുന്നതിനെയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിറ്റുവേഷൻ തരാണ്, അവരൊരു സിറ്റുവേഷൻ തരും, അതിനെ നമ്മൾ അഭിനയിച്ചുകൊണ്ട്, അപ്പൊ നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓരോ സിറ്റുവേഷൻ തന്നു, അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നു, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് നിങ്ങളൊന്നൊരു സ്ക്രിപ്റ്റ് പോലെ തയ്യാറാക്കി നിങ്ങൾ അതൊന്ന് അഭിനയിച്ച് കാണിക്കും. എന്ന രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചിട്ട് എന്ത് ചെയ്യും? അവരെ അഭിനയിച്ച് ഓരോ ആക്ട് ചെയ്ത് ഓരോ റോളായിട്ട് ആക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു ആ സിറ്റുവേഷനിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ആക്ട് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊരു എന്താണ് ഒരു പ്രവർത്തനമായി എടുത്തുകൊണ്ട് റിയലി ശരിക്കും അങ്ങനെ ഒരു സന്ദർഭമില്ല, എന്നാൽ പോലും ആ സമയത്ത് മറ്റൊരാളായിട്ട് നമ്മൾ അഭിനയിക്കുക, ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോൾ പ്ലേ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് പല പല ടോപ്പിക്കുകളായിരിക്കും. അത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എന്താണ് ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ആക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് കൃത്യമായിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാനും, ഓരോരുത്തരുടെയും ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, ഓരോരുത്തരും എങ്ങനെയായിരിക്കണം ജോലി ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഡിസ്കഷനിലൂടെയും ആ ചെയ്യുന്നതിലൂടെയൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? റോൾ പ്ലേ എന്താണെന്നുള്ളത്? ഒരു റോള് പ്ലേ ചെയ്യുന്നു, ഒരു റോള് അല്ലെങ്കിൽ ആ ഒരു റോള് കൃത്യമായിട്ട് ഓരോരുത്തർ പ്ലേ ചെയ്യുന്നു, അത്രയാണ്. Then programmed instruction. Programmed instruction എന്ന് പറയുമ്പോൾ it consists of a series of steps which are often set up through the central panel or electric computer as guides in the performance of a desired operation or series of operation. ഇവിടെ എന്താ പറയുന്നത്? സീരീസ് ഓഫ് സ്റ്റെപ്പ്. ഇവിടെ ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കുന്നു. അതായത് ഇതൊക്കെ കുറെ കാര്യങ്ങൾ ഇവർക്ക് നമ്മൾ പഠിക്കാൻ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. നമ്മുടെ സെൽഫ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡാണിത്, പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെൽഫ് ആയിട്ട് ഇവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ ലെവലും അവർ
അവർ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഇവിടെ സെറ്റ് ആയിട്ട് ഓരോ സ്റ്റെപ്പും അവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡിലൂടെ അവർ ചില സ്മോൾ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽസ് ഇവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കും. അങ്ങനെ പഠിക്കാനായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു, അത് പഠിച്ച് അവർ ഓക്കെ ആണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യും, ഈ കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കാനായിട്ട് തരും. അതിന് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ഓപ്ഷൻസും ഉണ്ടാവും. അത് മുഴുവൻ കംപ്ലീറ്റ് ആക്കി അത് ഫുൾ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി ആ ടെസ്റ്റിങ്ങില് പാസ് ആയാൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കും. അതായി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു, അടുത്ത സെക്ഷനിലേക്ക് വിടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോ സെക്ഷൻ ഇപ്പൊ നമ്മളവിടെ പഠിച്ച് എന്താണ് ഇത്ര ഭാഗം ടീച്ചേഴ്സ് പഠിക്കാൻ പറയാറില്ലേ, അങ്ങനെ ഇത്ര ഭാഗം പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ടെസ്റ്റ് വെക്കുന്നു. ആ ടെസ്റ്റ് വെച്ച് കഴിയുമ്പോൾ അത് കമ്പ്യൂട്ടറിലാണ് കേട്ടോ. പല ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചിലപ്പോൾ അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മെത്തേഡുകളിലൂടെ നമ്മൾ ഓരോ സ്റ്റെപ്പ് അതെ മോക്ക് ടെസ്റ്റ് പോലെയൊക്കെ തന്നെ അപ്പൊ ഒരു സെറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓക്കെയാണ് എന്ന് മനസ്സിലാക്കുക. സ്റ്റുഡന്റ് സെൽഫ് ലേണിംഗ് മെത്തേഡാണ്. ഓക്കെ ആണെങ്കിൽ അവർ അടുത്ത ഭാഗം ആ മെറ്റീരിയൽസ് അടുത്ത മെറ്റീരിയൽസ് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. കമ്പ്യൂട്ടറിന്റെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഓക്കെയാണോ? എന്താണ് ഒരു റിപ്പയില്ലാതെ? ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് ഓർ ടി ഗ്രൂപ്പ്. അതൊരു ഹൈഫൻ ഉണ്ട് കേട്ടോ അവിടെ. ടി ഗ്രൂപ്പ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എ ട്രെയിനിങ് ഗ്രൂപ്പ്, അതായത് ടി എന്ന് ഉദ്ദേശിക്കുന്ന ട്രെയിനിങ്ങിനെയാണ് കേട്ടോ. എ ട്രെയിനിങ് ഗ്രൂപ്പ് ഓർ ട്രീ ഗ്രൂപ്പ് ഈസ് എ കൈൻഡ് ഓഫ് ലേണിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. ഇവിടെ അനുഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ലേണിംഗ് അല്ലെങ്കിൽ പഠനമാണ് ടി ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. Participants work together in a small group of 8 to 14 people. ഈ പാർട്ടിസിപ്പൻസിനെ എല്ലാവരെയും കൂടി 8 or 14 ആളുകൾ ഉൾപ്പെടുന്നതായിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. And over an extended period learning, അവരുടെ ദീർഘകാലത്തെ അനുഭവങ്ങൾ അല്ലെ, അവരുടെ ദീർഘകാലത്തെ പഠനങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു, ത്രൂ അനാലിസിസ് ഓഫ് ദിയർ ഓൺ എക്സ്പീരിയൻസ്. അപ്പൊ ഈ ഒരു 8 മുതൽ 14 പേരുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുകൾ ഉൾപ്പെടുന്നല്ലേ. അപ്പൊ അവരുടേതായ സ്വന്തമായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഓവർ ആൻ എക്സ്റ്റെൻഡ് ആണ്, അവരുടെ ഇൻക്ലൂഡിങ് ഫീലിങ്സ്, അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ വികാരങ്ങള്, അവരുടെ പ്രതികരണങ്ങള്, അവരുടെ പ്രസംഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ജോലിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള അവരുടെ ധാരണകള്, ബിഹേവിയർ, അവരുടെ പെരുമാറ്റങ്ങള് മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും. അതുപോലെ ഇവരെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസ്, ഒരാൾ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നു, അടുത്ത ആൾ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നു അല്ലെ. അപ്പൊ അങ്ങനെ അനുഭവങ്ങളിലൂടെയുള്ള ഒരു പഠനമാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലെ, ഓരോരുത്തരുടെയും ധാരണകളും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരും ഓരോ സംഭവത്തെ കുറിച്ചുള്ള ഫീലിങ്സ് വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തില് ഒരു ടോട്ടലി ഒരു ധാരണ കിട്ടിയില്ലേ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ പറ്റി എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നേരിടേണ്ടത് എന്ന രീതിയിലുള്ള ഒരു അനുഭവം. അവരുടെ അനുഭവം കേൾക്കുമ്പോൾ നമുക്കും അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിലൂടെയുള്ള ഒരു പഠനമാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതെ, കുറച്ചും കൂടി അവയർനെസ് കിട്ടും. ശരിയാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഏതാ, ഓഫ് ആണ് കേട്ടോ. ഓഫ് ദ ജോബ് മെത്തേഡ് അല്ലെങ്കിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിലാണ് പറയുന്നത്. ഓൺ ദ ജോബിൽ ആകെ രണ്ടെണ്ണുള്ളൂ, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രന്റിസ്ഷിപ്പ് ആണ്. ദെൻ ഓഫ് ദ ജോബ് മെത്തേഡില് ലെക്ചേഴ്സുകൾ കിട്ടും, കാരണം പുറത്തു പോയാൽ അവർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ലെക്ചേഴ്സ് കിട്ടും. വെസ്റ്റ് ഗ്രൂപ്പ് ട്രെയിനിങ് ക്ലാസ് റൂമിനുള്ളില് അവരുടെ ജോലി ചെയ്യുന്ന അവിടുത്തെ ഉപകരണങ്ങളെ പോലെ തന്നെ സാമ്യമുള്ള എക്യുപ്മെന്റും മെഷീൻസ് ഉപയോഗിച്ച് ഒരു ക്ലാസ് റൂമിൽ ഇരുത്തിയുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. ദെൻ കോൺഫറൻസുകൾ നടത്തുന്നുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്, ദെൻ കേസ് സ്റ്റഡീസ് ലേണിംഗ് ബൈ ഡൂയിങ് ചെയ്തുകൊണ്ട് ഉള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. റോൾ പ്ലേ, പല പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല പല പ്രോബ്ലംസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവരോട് അത് അഭിനയിക്കാനും അതൊരു മറ്റൊരു വ്യക്തിയായിട്ട് നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുകയാണ് ശരിക്കും റോൾ പ്ലേയിൽ ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതാണ് JITO. JIT എന്ന് പറയുന്നതില്ലേ നമ്മുടെ ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. നമ്മുടെ കാലക്രമേണ, അതായത് നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒന്നും അറിയില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാജുവൽ ആയിട്ട് പതുക്കെ 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 നമ്മൾ പഠിച്ചു വരാല്ലേ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്നുള്ളത് അല്ലെ. അല്ലാതെ പ്രത്യേക ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തരുന്നില്ല. നമ്മൾ കാലക്രമേണ ആ ഒരു ജോലിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് പഠിക്കുക, അല്ലെങ്കിൽ കാലക്രമേണ നമ്മൾ ആ ഒരു പഠിക്കുന്ന ആ ഒരു പരിശീലനത്തെയാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ. അപ്പൊ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ആദ്യം കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കും. അതിൽ അവർ പഠിച്ചു കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ അവർ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യും. അപ്പൊ അവർക്ക് ഒന്നുകൂടി നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ശരിയാണ്, എക്സാമ്പിൾ പറഞ്ഞ് ശരിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെയാണ്, നമ്മൾ ആ ഒരു ഭാഗം കവറായി എങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് അല്ലെ എന്ന രീതിയിൽ അവർ സ്വയമേ സെൽഫായിട്ട് അവർ ലേൺ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ടീം ഗ്രൂപ്പ് ട്രെയിനിങ് അല്ലെ ട്രെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതൊരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് അല്ലെ അവരുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള പരിശീലനം അല്ലെങ്കിൽ എന്താണ് പ്രവർത്തനമാണ് ട്രെയിനിങ് ഗ്രൂപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പാർട്ടിസിപ്പൻസ് ഒരു 8 or 14 ഗ്രൂപ്പുകളായിട്ടുള്ള ആളുകളായിട്ടുള്ള ഒരു സ്മോൾ ഗ്രൂപ്പ് ആയിട്ട് തിരിഞ്ഞ് അവരുടെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ്, അവരുടെ ധാരണകള്, അവരുടെ ഫീലിങ്സ്, അവരുടേതായ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങള്, കാര്യങ്ങള്, എന്തൊക്കെയാണ് അവരുടെ റിയാക്ഷൻസ് മുതലായ കാര്യങ്ങൾ, ബിഹേവിയർ മുതലായ എല്ലാം നമ്മൾ അതിലെത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ഓരോരുത്തരുടെയും അനുഭവത്തിലൂടെ അവരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ ഒരു സംഭവത്തെ പല വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഓഫ് ദി ജോബ് മെത്തേഡ്സ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ അത് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മിസ്സിന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.